أيها الناس أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت من اتخذ إلهه هواه أفأنت تكون عليه وكيلا. صدق الله العظيم. ربي اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അങ്ങേയറ്റം ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വളരെ ചെറിയ ഒരു ജീവിതമാണ് നമ്മുടേത്. കുറഞ്ഞ കാലം ഞാൻ പറഞ്ഞത് കേട്ട് നീ ജീവിക്കുന്നുണ്ടോ? എൻ്റെ ഇഷ്ടങ്ങൾക്ക് നിനക്ക് വല്ല പ്രാധാന്യമുണ്ടോ? ആ തരത്തിൽ നീ നിൻ്റെ ജീവിതത്തിൻ്റെ ക്രയവിക്രയങ്ങളും നടപടിക്രമങ്ങളും നിൻ്റെ കുടുംബജീവിതവും നിൻ്റെ ഭൗതികപരമായ മറ്റു ജീവിത വിഭവങ്ങൾക്കാവശ്യമായ അധ്വാനങ്ങളുമൊക്കെ ചിട്ടപ്പെടുത്തുന്നുണ്ടോ? ഇതൊക്കെ വളരെ കൃത്യമായി, വളരെ ശാന്തമായി, ചിലപ്പോൾ ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ തന്ന്, ചിലപ്പോൾ ഒന്ന് കരയിപ്പിച്ച്, ചിലപ്പോൾ ചില നഷ്ടങ്ങൾ ഉണ്ടാക്കി, ചിലപ്പോൾ വലിയ സന്തോഷം തന്ന് അള്ളാഹു നമ്മളങ്ങനെ പോറ്റാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കിയല്ലോ. ചില സമയത്തൊക്കെ അള്ളാഹ് അങ്ങോട്ട് പൊരുത്തപ്പെട്ടാണ് തരും. വലിയ വലിയ പാപങ്ങളൊക്കെ, വലിയ വലിയ തെറ്റുകളൊക്കെ, അത് സാരല്ല, ഓൻ്റെ അടുത്ത് അറിയാതെ പറ്റിയതല്ലേ, അത് അറിയാതെ സംഭവിച്ചതല്ലേ, അതുകൊണ്ടാണല്ലോ ഓ സങ്കടപ്പെട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണത്. ആ രീതിയിൽ ഒരു 10-65 കൊല്ലം, വലിയ ദീർഘായുസിൻ്റെ ഒരു 70-75 വർഷം, ചില ആൾക്കാർ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇങ്ങോട്ട് പോരാൻ പറയും, കൊണ്ടുപോകും. അത്തരത്തിൽ ചിട്ടപ്പെടുത്തുന്ന ഒരു ആ ജീവിതത്തിനിടയിലുള്ള നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതവും നമ്മുടെ വീടും ദാറുൽ ഖുൽദ് എന്ന് പറയുന്ന പരലോകത്താണ്. അങ്ങോട്ട് നമ്മൾ പോയേ പറ്റുള്ളൂ. അത് നമ്മൾ വിശ്വസിച്ചേ മതിയാകൂ. അവിടെയാണ് നമുക്ക് നമ്മുടെ യഥാർത്ഥ കുടുംബമുള്ളത്, നാം ഇഷ്ടപ്പെട്ടവരുള്ളത്, നമ്മുടെ പ്രവാചകനുള്ളത്. അവിടേക്ക് എത്താനുള്ള കേവലമായ ഒരു കൃഷിയിടം മാത്രമാണ്, ഒരു പ്രവർത്തന സംവിധാനം മാത്രമാണ് ഈ ലോകത്തെ ജീവിതം. അതിനെ ഗുണപരമായി, മേന്മയോടെ, നന്മയോടെ, തഖ്വയോടെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കുക എന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും സന്തോഷം നൽകുന്ന ഇസ്ലാമികമായ ജീവിത പ്രവർത്തനം കൂടിയാണ്. ആ തരത്തിൽ സ്വന്തത്തെ പരിശോധിച്ച് കുടുംബത്തെ ചിട്ടപ്പെടുത്തി യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോടും ആത്മാർത്ഥമായി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ആ യാത്രക്കിടയിൽ ചില ആളുകൾക്ക് രോഗം ബാധിക്കും, ചില ആളുകൾക്ക് എണീക്കാൻ വയ്യാതെയാകും, ചില ആളുകൾക്ക് നടക്കാൻ പറ്റാതെയാവും, ചില ആളുകൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, ചില ആളുകൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും, ചിലർ മരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തും.
അള്ളാഹു നമ്മുടെ കുടുംബത്തിലെ നമ്മൾ ഇഷ്ടപ്പെട്ടവരുടെ രോഗികളായ ആളുകൾക്ക് അള്ളാഹുവെ നീ ശമനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ധാരാളം ആളുകൾ പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരും പ്രയാസവും ബുദ്ധിമുട്ടും ഏറ്റവും നന്നായി അറിയുന്ന നാഥ, നീ അവർക്കെല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ചില ആളുകൾ ഇനി ഞാനില്ല എന്ന് പറഞ്ഞ് നമ്മിൽ നിന്ന് വേർപെട്ടു പോകും. നമ്മിൽ നിന്ന് വേർപെട്ട് റബ്ബിലേക്ക് യാത്രയായ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ മഹലിലെ രക്ഷിതാക്കൾ, യുവാക്കൾ, സഹോദരങ്ങൾ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും സ്വർഗത്തിൽ ഇടവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ആ തരത്തിൽ അല്ലാഹു തആല പ്രത്യേകം ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. നമ്മളൊക്കെ കുടുംബക്കാരാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ഒന്നിരിക്ക വാപ്പയാണ്, മകനാണ്, ജ്യേഷ്ഠനോ അനുജനോ ആണ്, ഉമ്മയോ പെങ്ങളോ മകളോ ആണ്. നമുക്കൊക്കെ കുടുംബമുണ്ട്. നമ്മളേറെ സ്നേഹിക്കുന്നതാണ് നമ്മുടെ കുടുംബത്തെ. ചില ആളുകൾ ആ കുടുംബത്തെ നന്നായി ശ്രദ്ധിക്കും. ചിലപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ആളുകളൊന്നും ചിലപ്പോൾ നാട്ടിലുണ്ടാവില്ല. ചിലപ്പോൾ ഒരാളായിരിക്കും നാട്ടിലുണ്ടാവുക. അപ്പൊ അവരുടെ പ്രതിനിധിയായിക്കൊണ്ട് അവർ ആ കുടുംബത്തിന് വേണ്ടി അങ്ങനെ ജീവിക്കും, അവരെ സ്നേഹിക്കും, അവരെ ചേർത്ത് പിടിക്കും, അതിലൊരു കറവീഴാതെ നോക്കും. ആ കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന ഉമ്മ, ഉപ്പ, ആ പേര് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലൊരു അനുഭൂതിയാണ്. എന്തൊരു ഭംഗിയാണ് നമ്മുടെ ഉമ്മാക്ക്, എന്തൊരു മനോഹരമാണ് നമ്മുടെ ഉപ്പ, എത്ര വൃത്തിയിലാണ് അവർ നമ്മെ ശ്രദ്ധിച്ചത്, എത്ര സ്നേഹത്തോടെയാണ് അവർ നമ്മെ ലാളിച്ചത്. നമ്മളിപ്പോൾ വലിയ ആൾക്കാരൊക്കെ ആയിട്ടുണ്ടാകും, വലിയ ഡോക്ടറോ എഞ്ചിനീയറോ വലിയ വലിയ സ്ഥാനമൊക്കെ നമുക്ക് ഉണ്ടാകും. പക്ഷെ നമ്മളെ ഉമ്മാൻ്റെ മുമ്പിൽ കുട്ടി തന്നെയാണ്, ഉപ്പാൻ്റെ മുമ്പിൽ അങ്ങനെ തന്നെയാണ്. എന്തൊരു മനോഹരമാണ് നമ്മുടെ ഭാര്യ ഇണക്ക്, എന്തൊരു സുന്ദരമാണ് നമ്മുടെ കുട്ടികൾ. അതിനുവേണ്ടിയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. കുടുംബം വളരെ പ്രധാനമാണ്. ഓരോ വിശ്വാസിക്കും അവൻ്റെ കുടുംബം അവൻ്റെ തണലാണ്, അവന് തണലാണ്. അത് വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമല്ല. കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ കുടുംബബന്ധം അള്ളാഹിനോട് പറഞ്ഞു, എനിക്ക് നല്ലൊരു പരിഗണന കിട്ടണം. അള്ളാഹു കുടുംബ ബന്ധത്തിന് അലാ ലഹുൽ ഖൽഖ് വലിയൊരു പ്രാധാന്യം തന്നെ കൊടുത്തു. ഞാനാണ് സൃഷ്ടാവ്, കാര്യങ്ങളുടെ ഉടമസ്ഥനും ഞാൻ തന്നെയാണ്. അനല്ല, ഞാനാണ് അല്ല. അന റഹ്മാൻ, ഞാനാണ് റഹ്മാൻ. അന ഖലഖ്തു റഹീം, ഞാൻ തന്നെയാണ് കുടുംബ ജീവിതത്തെ, കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുടുംബ ജീവിതത്തിന്, കുടുംബ ബന്ധത്തിന്, അത് പുലർത്തുന്നതിന്, അത് ശ്രദ്ധിക്കുന്നതിന് അള്ളാഹ് ഒരു പേരിട്ടു. അള്ളാന്റെ പേരിന്റെ പകുതി എടുത്തിട്ട് ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളോടും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും കലവറയില്ലാത്ത കാരുണ്യം നൽകുന്ന അള്ളാഹുവിന്റെ അർ-റഹ്മാൻ എന്ന പേരിൽ നിന്നും അർ-റഹീം എന്നതിൽ നിന്നും കൂട്ടിയെടുത്തുകൊണ്ട് റഹീം എന്ന പേര് കുടുംബബന്ധത്തിന് അള്ളാഹു നൽകി. ആർ കുടുംബബന്ധം പാലിക്കുന്നുവോ അവർ എന്നെ ശ്രദ്ധിച്ചു. മൻ വസ്വലഹു വസ്വലനി വമൻ ഖതഅഹു ഖതഅനി. അത് മുറിച്ചു കളഞ്ഞാൽ, അതിന് വിള്ളൽ വീണാൽ, അത് തണലില്ലാതിരുന്നാൽ, അത് കേവലമായ ഒരു സംവിധാനം മാത്രമായി മാറിയാൽ അത് ആ മനുഷ്യന്റെ ദുരന്തമാണ്. ആ ദുരന്തം ഇവിടെ കൊണ്ട് അവസാനിക്കാത്ത ദുരന്തമാണ്. അതവനെ വേട്ടയാടുന്ന ഒരു മാറാ രോഗമാണ് കുടുംബജീവിതത്തിലെ തകർച്ച എന്ന് പറയുന്നത്. ഭാര്യയുമായി, കുട്ടികളുമായി, ജ്യേഷ്ഠനുജന്മാരുമായി, ഉപ്പയുമായി ഒക്കെ പിണങ്ങി നിൽക്കുന്ന, ഏതോ അർത്ഥത്തിൽ അസ്വാരസ്യങ്ങളുള്ള, അല്ലെങ്കിൽ മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാത്ത കടുകടുത്ത സ്വഭാവക്കാരനായ പിതാവിന്, മാതാവിന്, അത്തരത്തിൽ ചിന്തിക്കുന്ന മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം എളുപ്പമാക്കുകയില്ല, ഖബർ വിശാലമാക്കുകയില്ല, സ്വർഗം അവർക്ക് നൽകുകയില്ല. അള്ളാഹു നിർമ്മിച്ച ഒരു സംവിധാനമാണ് കുടുംബം. ഒരു കമ്പനി,
ഒരു വാച്ചോ ഒരു മൊബൈലോ ഒരു ഇലക്ട്രോണിക് ഉപകരണമോ ഉണ്ടാക്കിയാൽ ആ ഉണ്ടാക്കിയ ഉപകരണം അതിന്റെ കാറ്റലോഗ് ആ കമ്പനി നൽകും. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതെങ്ങനെ ഓപ്പൺ ചെയ്യണം, അത് എവിടെയാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് കൃത്യമായി നൽകുന്നത് ആ കമ്പനിയാണ്. അള്ളാഹു ഉണ്ടാക്കിയെടുത്ത ഭൂമിയുടെ ആദ്യത്തെ നിമിഷം തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത്. ആദ്യത്തെ മനുഷ്യൻ തന്നെ പ്രവാചകനായിരുന്നു, വിശ്വാസിയായിരുന്നു, കുടുംബനാഥൻ കൂടിയായിരുന്നു, ഉപ്പയായിരുന്നു എന്നുള്ളതാണ്. ആദ്യ മനുഷ്യയും ഉപ്പയും ഉമ്മയുമായിട്ടാണ് അറിയപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. ആൾക്കാരോട് പറയാൻ പറ്റാത്ത, നമുക്ക് തന്നെയും ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത അസ്വാരസ്യങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിൽ, പ്രശ്നങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിൽ, പ്രയാസങ്ങളുണ്ട്. പുറമേ കാണുമ്പോൾ സുന്ദരമാ മന്ദിരം, അകപ്പെട്ട ഹൃദയങ്ങൾ അത് താൻ കാരാഗ്രഹം. ശ്രീകുമാരൻ തമ്പിയുടെ കവിതയിലുണ്ട്, പുറത്ത് കാണുമ്പോൾ നല്ല വീട്, മനോഹരമായ മുറ്റം, വിശാലമായ കാറും സംവിധാനങ്ങളും, അകത്ത വീട്ടിൽ അംഗങ്ങളിൽ സന്തോഷമില്ല, സംതൃപ്തിയില്ല. ഉപ്പയെക്കുറിച്ച് മക്കൾക്ക് ആദരവില്ല, മക്കളെക്കുറിച്ച് വാപ്പാക്ക് പ്രതീക്ഷയില്ല, ഇണയെക്കുറിച്ച് ഭർത്താവിന് നല്ല വാക്കുകൾ പറയാനില്ല. ആരോഗ്യപരമായ കാരണങ്ങളാൽ ബെഡിലൊതുങ്ങുന്ന മാതാപിതാക്കളെ കുറിച്ച് മരിച്ചുപോയെങ്കിലും ആഗ്രഹിക്കുന്ന മക്കളുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ മക്കളുടെ മുമ്പിൽ ജീവിക്കുന്ന മാതാപിതാക്കൾ ഈ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബജീവിതം മാറുന്നുണ്ടോ, എന്റെ കുടുംബജീവിതം എനിക്കൊരു തണലായി മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ആ അർത്ഥത്തിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ അറിയാൻ, എന്റെ കുടുംബത്തിന്റെ വേദനകൾ എന്താണെന്ന് അറിയാൻ ഓരോ മാതാവിനും പിതാവിനും വലിയ ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിച്ച് ഒരാൾ തന്റെ കുടുംബത്തെ ചിട്ടപ്പെടുത്തലേക്ക് സാധിക്കണമെങ്കിൽ ഒരു കാര്യം വളരെ പ്രധാനമാണ്. എന്താണ്? ആരാണ് ഇതിന്റെ ഉടമാവകാശി? ആരാണിത് നമ്മളോട് പറഞ്ഞത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് ചെയ്യേണ്ടത്? പടച്ച റബ്ബിന്റെ, നിങ്ങളുടെ സൃഷ്ടാവിന്റെ, നിങ്ങൾ അള്ളാഹുവിന്റെ, നിങ്ങൾക്ക് മക്കളും കുട്ടികളും കുടുംബവും ഭക്ഷണവും വസ്ത്രവും എല്ലാം നിങ്ങൾക്ക് നൽകിയ പടച്ച റബ്ബ് നൽകിയതാണ് കുടുംബം എന്ന ബോധ്യത്തോടുകൂടി നമുക്ക് നമ്മുടെ കുടുംബത്തെ മാറ്റിപ്പണിയാൻ കഴിയണം. ഇസ്ലാമിക സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും പ്രയാസകരമായ രണ്ട് ദുരന്തങ്ങളിൽ ഒന്ന് വർഗീയ ഫാസിസത്തിന്റെ കടന്നാക്രമണമാണ്. സഹിക്കാൻ പറ്റണില്ല എല്ലാ അർത്ഥത്തിലും. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനമുണ്ട്, അതൊരു പ്രത്യക്ഷ ശത്രുവാണ്. നമുക്കറിയാം ഇവരെന്താ പറയണത്. ഒരു കുട്ടി ആ പുഴയിൽ നിന്നും ഒടുവിൽ അവന്റെ ലോറിയൊക്കെ തിരിച്ചെടുത്തപ്പോഴേക്കും അവിടെ കളിക്കേണ്ട എല്ലാ കളി അവർ കളിച്ചു. മുനമ്പം വിഷയം നമുക്കറിയാം, ബാബരി മസ്ജിദിന്റെ വിഷയം ഇന്ന് ഡിസംബർ 6-ാം തീയതിയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ തകർത്തുകൊണ്ടിരിക്കുന്ന, മുസ്ലിം ഇല്ലാത്ത ഇന്ത്യയെക്കുറിച്ച് സ്വപ്നം കാണുന്ന, മുസ്ലിമിന്റെ അഭിമാനത്തിൽ ക്ഷതമേൽപ്പിക്കുന്ന, ഇസ്ലാമിക സമൂഹത്തിന്റെ അഡ്രസ്സുകൾ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി രാപ്പകലില്ലാതെ ഉറക്കമൊഴിക്കുന്ന ഒരു വർഗീയ ഫാസിസത്തിന്റെ കാലത്ത് അഭിമാനബോധത്തോടുകൂടി ജീവിക്കാനുള്ള ഈമാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. രണ്ടാമത് നമ്മുടെ ഏറ്റവും ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇസ്ലാമിക ജീവിതത്തെ സാംസ്കാരികമായി ഇല്ലായ്മ ചെയ്യുന്ന ലിബറലിസത്തിന്റെ കടന്നുകയറ്റമാണ്. കേൾക്കുമ്പോൾ തോന്നുന്നു നമുക്ക് എന്താ ലിബറലിസം. ഞാൻ അതിനെക്കുറിച്ച് ആഴത്തിലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. മതത്തിന്റെ കെട്ടുപാടുകളിൽ, ദൈവത്തിന്റെ നിയമങ്ങളിൽ, മാതാപിതാക്കളുടെ അനുസരണത്തിന്റെ താഴ്ഭാഗത്ത് അങ്ങനെ ആരും ഒതുങ്ങേണ്ടതില്ല. അതിര് കടന്ന സ്വാതന്ത്ര്യത്തിന്റെ, അതിര് കടന്ന സന്തോഷത്തിന്റെ, അതിര് കടന്ന സമത്വബോധത്തിന്റെ പുതിയ ചിത്രങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക്, സാമ്പത്തിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് ഈ അർത്ഥത്തിലുള്ള കടന്നുകയറ്റം ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ ഇസ്ലാം നൽകിയതുപോലെ വേറെ ആരെങ്കിലും നൽകിയിട്ടുണ്ടോ? ഇസ്ലാം നൽകിയിടത്തോളം സ്വാതന്ത്ര്യം വേറെ ഒരു മതവും നൽകിയിട്ടില്ല. പക്ഷേ ആ സ്വാതന്ത്ര്യം അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള സ്വാതന്ത്ര്യമാണ്. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഹലാല് പോലും ഹലാലിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തരുത്. ആട്ടിടയനെ പോലെ എന്ന് പറഞ്ഞു. നിയന്ത്രണമില്ലാത്ത ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്ന ആട്ടിടയൻ തന്റെ ആടുകൾക്ക് പോകാനെത്തുന്ന അവസാനത്തെ ആ അതിർത്തിയുടെ അപ്പുറത്തേക്ക്
പോകാൻ പാടില്ല. നോക്കാൻ പാടില്ലതേ നോക്കാൻ പറ്റുള്ളൂ, കാണാൻ പാടില്ലതേ കാണാൻ പാടുള്ളൂ, പറയാൻ പറ്റുന്നതേ പറയാൻ പറ്റുള്ളൂ. വ്യക്തികൾക്ക് അമിതമായ അവകാശങ്ങൾ, ഇയാരാതെ ചോദിക്കാൻ, ഇന്നോടാരാതെ പറയാൻ, മൈ ബോഡി മൈ ചോയ്സ്, ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ ചെയ്യും, ഞാൻ ആണാവണോ ആണാവും, ഞാൻ പെണ്ണാവണോ പെണ്ണാവും. അവിടെ മതത്തിന്റെ നിയമങ്ങൾക്ക് ഒരു പ്രാധാന്യവുമില്ല. അവിടെ അള്ളാഹ് പറഞ്ഞത് നോക്കണ്ട, അവിടെ വാപ്പാന്റെ ഇഷ്ടം നോക്കണ്ട. സർക്കാരുകളോ നിയമപാലകരോ അവർക്കെതിരെ ഒന്നും പറയൂല. ഈ രീതിയിലൊരു സംവിധാനത്തിലേക്ക്, സ്വയം നിയന്ത്രണത്തിലേക്ക്, മറ്റൊരാൾക്ക് ദോഷകരമില്ലാത്ത എന്തും എവിടെ വെച്ചും ആരുടെ മുമ്പിൽ വെച്ചും ചെയ്യാം എന്ന് ചിന്തിക്കുന്ന, അതാണ് ലിബറലിസം. ഞാനതിനെ ആറ്റിക്കുറുക്കി പറയാൻ തീരുമാനിച്ചൊരു കാര്യം എന്താ അറിയോ? പഴയ കാലത്ത് നമ്മൾ നന്മ എന്ന് വിചാരിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ തിന്മയാണ്. തിന്മ എന്ന് കരുതി വിട്ടു നിന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ നല്ല കാര്യങ്ങളാണ്. ഇത് നമ്മൾ അറിയാതെ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക്, നമ്മുടെ ചെറിയ മക്കളിലേക്ക് അടക്കം കടന്നു വരുന്ന ഒരു സാമൂഹിക സാഹചര്യം. പ്രത്യക്ഷ ശത്രുവിനെ നമുക്ക് നേർക്ക് എങ്ങനെയൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കിയാണ് മാറി നിൽക്കാം. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഈ ചിന്താഗതി നമ്മുടെ കുടുംബങ്ങളെ, എറണാകുളം ടൗണുമായി ബന്ധപ്പെട്ട് ഉപരിപഠനത്തിന് പോയ പെൺകുട്ടികൾ രാത്രി 12-1 മണി വരെ ടൗണിലാണ്. നല്ല ഭക്ഷണം കിട്ടാൻ വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. പല കുട്ടികളും ടൗണിലേക്ക് വന്നിറങ്ങുന്നത് ഏതെങ്കിലും ഒക്കെ ചെറുപ്പക്കാരന്റെ ബാക്കിലാണ്. പല കുട്ടികളും അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ തന്റെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരന്റെ അരയിൽ പിടിച്ചുകൊണ്ട് അവന്റെ പുറത്ത് കിടന്നുകൊണ്ട് മദ്യാവസ്ഥയിലോ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ അവസ്ഥയിലോ ആണ് തങ്ങളുടെ റൂമിലേക്ക് പോകുന്നത്. പോലീസ് കേസ് കൊണ്ടൊന്നും കാര്യമില്ല, പരാതിപ്പെട്ടാൽ അതിൽ ഇടപെടാൻ കഴിയില്ല എന്നാണ് നിയമപാലകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കുട്ടികളെങ്കിലും അത്തരം ഒരു സാഹചര്യത്തിലല്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. ലഹരിയൊക്കെ ശരിയാണ്, പ്രണയം ശരിയാണ്. 33ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു കൗൺസിലിംഗ് ക്ലാസ്സിൽ, ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കെ സത്യസന്ധമായി മാത്രമേ പറയാവൂ എന്ന് ചോദിച്ച കൂട്ടത്തിൽ പ്രണയമുള്ളത് ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ 32 കുട്ടികൾക്കും പ്രണയമുണ്ട്. എല്ലാവർക്കും പ്രേമുണ്ട്. ചില ആളുകൾക്ക് 2 എണ്ണമൊക്കെ ഉണ്ട്, സ്റ്റെപ്പിനി പോലെ. ഒരു കുട്ടിക്ക് മാത്രം അതില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ ആ കുട്ടിയുടെ കുടുംബ സാഹചര്യം അതല്ല. പക്ഷെ കുട്ടി പറഞ്ഞത്, ഈ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടയാൾ ഞാനാണ്. അത് അവളെ കാഴ്ചപ്പാടിലും അവളാണ്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലും അതാണ്. പൊട്ടത്തിയാണ്. ഇത്രയൊക്കെ വിശാലമായ ലോകത്ത് ജീവിക്കുമ്പോ, സ്വാതന്ത്ര്യത്തിന്റെ ലോകത്ത് ജീവിക്കുമ്പോ പ്രണയമില്ല. എനിക്ക് ഏറ്റവും നന്നായി അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ 10ാം ക്ലാസ് വരെ പള്ളിയിലൊക്കെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഓടിയെത്തും. നന്നായി ബാങ്ക് കൊടുക്കും. ഇസ്ലാമികമായ പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായിരുന്നു. അവസാനം ഒരു പൊതു സ്കൂളിൽ +1 ചേർത്തു. അവരെന്നോട് പറയാണ്, ഞാൻ ഇനി കുറച്ചൊക്കെ ലഹരി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കാരണം എൻ്റെ ക്ലാസ്സിൽ എനിക്കൊരു വിലയില്ല. കൂട്ടുകാരന്മാർക്കൊക്കെ ഉണ്ട്, അവർക്കൊക്കെ പ്രേമമുണ്ട്. അതിനോട് ചോദിച്ചാൽ പ്രേമിക്കാൻ പറ്റുമോ? നമുക്കൊരു തമാശക്ക് കുറച്ചാൽ അങ്ങനെ പ്രേമിച്ചാൽ എന്താ കുഴപ്പമുണ്ടോ? അവൻ കുറച്ച് നന്നായി ജീവിച്ച കുട്ടിയാണ്. ആ കുട്ടിക്ക് ആ +2 തീരുന്നതിന് മുമ്പായിട്ട് മാനസിക വിഭ്രാന്തി ഉണ്ടായി. ഒരു വിധത്തിൽ അവനെ പിന്നെ നന്നാക്കിയെടുക്കാൻ സാധിച്ചു. അങ്ങനെ ഇത്തരത്തിലുള്ള സംഗതികൾ തെറ്റെന്ന് വിചാരിക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ ശരിയാണ്. ആണും പെണ്ണും ഇടകലരുന്നത് ശരിയാണ്. നിങ്ങൾ വായിച്ചില്ല, തിരുവനന്തപുരത്ത് ഒരു ബസ് സ്റ്റാൻഡിൽ വെയിറ്റിംഗ് ഷെഡിൽ ഇടകലർന്ന് ജീവിക്കുന്നതുമായി നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ ഇടപെട്ടപ്പോ അതിനവർ പ്രതിഷേധിച്ചത് വരിക്കിരിക്കുന്ന ആൺകുട്ടികളുടെ മുട്ടുകാലിൽ പെൺകുട്ടികൾ ഇരുന്നു കൊണ്ടാണ് പ്രതിഷേധിച്ചത്. മഫ്തട്ട പെൺകുട്ടികൾ, പൊട്ടുതൊട്ട പെൺകുട്ടികൾ, കുടുംബത്തിൽ നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുടെ കെയറിംഗ് കിട്ടിയ കുട്ടികൾ. ഈ അർത്ഥത്തിലുള്ള ചിന്താഗതികൾ നമ്മുടെ സമൂഹത്തിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. ആർക്കും സുഖിക്കാം, ആർക്കും ഇഷ്ടം പോലെ ജീവിക്കാം. വിവാഹത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ ചോദിച്ചു നോക്കി, നിങ്ങൾ പെണ്ണന്വേഷിച്ച് നോക്കി, ഇപ്പോ പെൺകുട്ടികളെ കിട്ടാനില്ല.
പെൺകുട്ടികൾക്ക് താല്പര്യമില്ല. എന്തിനാ വിവാഹം? ഒരു ചങ്ങായി പിന്നാലെ നടക്കാനോ? ഒരു കുട്ടി ചോദിച്ചതാണ്. കുറെ കുട്ടികളും മക്കളും ഒച്ചയും വിളിയും, അങ്ങനെ വേറെ ഒരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. പണ്ടൊക്കെ നമ്മളെ വീടുകളിൽ ആരെങ്കിലൊക്കെ വന്നാല് ആണുങ്ങൾ ഉണ്ടാവും, പെണ്ണുങ്ങൾ ഒരു വാതിലിൽ മറിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് അവർ പ്രത്യക്ഷപ്പെടുള്ളൂ. വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അതൊരു ഒരു സുരക്ഷിതത്തിന്റെ ഭാഗ്യം. നമ്മളെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ കുട്ടികൾ ഐസ് വാങ്ങാൻ വേണ്ടി കൂൾ ബാറിലേക്ക് കയറുന്ന കണ്ടിട്ടുണ്ടോ? 10 ആള് മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കടയിൽ 20ഉം 25ഉം ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് വളരെ മോശപ്പെട്ട സാഹചര്യത്തിൽ ഞാൻ നേരിട്ട് കണ്ട അനുഭവങ്ങളുണ്ട്. ഒരാൾ തിന്ന ഐസിന്റെ ബാക്കി മറ്റേ ആൾക്ക്. അപ്പോഴാണ് സ്നേഹം ഉണ്ടാവുള്ളൂ. വേഷവിധാനങ്ങളോ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും കാണിച്ചു കൊടുത്താലാണ് സമാധാനം. മഫ്തട്ട കുട്ടികൾ വരെ ലിപ്സ്റ്റിക് തേച്ചിട്ടാണ് പോണത്. എന്നാ ലിപ്സ്റ്റിക് തേച്ച് പോണത്? ചുണ്ടിങ്ങനെ ചോപ്പിച്ചിട്ട് എന്തിനാ അങ്ങാടി കൂടെ ഒരു കുട്ടി പോണത്? എന്താണ് അതിന്റെ ഉദ്ദേശം? നല്ല കുട്ടികൾ വീട്ടിൽ നിന്ന് അനുവാദം കൊടുത്തിട്ടല്ലേ? രക്ഷിതാക്കൾക്ക് അതിൽ താല്പര്യമുള്ളത് കൊണ്ടല്ലേ? ആവശ്യമായ വസ്തുക്കൾ ഫാൻസിയിൽ പോയി വാങ്ങിക്കൊടുത്തത് കൊണ്ടല്ലേ? അപ്പൊ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഈ അർത്ഥത്തിലുള്ള അധപ്പതനങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതാണ്. അവരെ സെൽഫികൾ, അവരെ ഫോട്ടോകൾ, അവർ ചെയ്യുന്ന മറ്റു പ്രവർത്തനങ്ങൾ. 9ാം ക്ലാസ്സുകാരി ഗർഭിണിയായ വാർത്ത നമ്മൾ വായിച്ചു, കഴിഞ്ഞ ദിവസമാണ്. ഉദാരമായ ലൈംഗികതയിലേക്ക് നമ്മുടെ ഒരു കാഴ്ചപ്പാടിന്റെ ഒരു പ്രശ്നമാണ്. മദ്രസിലേക്ക് വരുന്ന കുട്ടി പർദ്ദയും മഫ്തയൊക്കെ ഇട്ടിട്ട് വരും. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ റോട്ടിൽ ഇറങ്ങി നിന്നാൽ അങ്ങനെയൊക്കെ വന്ന പല കുട്ടികളും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കുട്ടികളും തട്ട പോലും ഇല്ലാതെ ഇതെങ്ങനെ സംഭവിക്കുന്നു? ചെറിയ മക്കളാണെങ്കിൽ പോട്ടെ, ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് വല്ല കുട്ടികളാണെങ്കിൽ പോട്ടെ, 8ഉം 9ഉം +1ഉം +2നൊക്കെ പഠിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ നാളെ റബ്ബിന്റെ കോടതിയിൽ സ്വർഗത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ പൊന്നുമക്കളെ, ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ മക്കളെ, അള്ളാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കളെ മുടി മറച്ചിട്ട് സ്കൂൾക്ക് പറഞ്ഞേക്കാൻ വരെ രക്ഷിതാക്കൾക്ക് പറ്റണില്ല. പാപ്പ നിസ്കരിക്കും, ഉമ്മച്ചി നിസ്കരിക്കും. ഈ അർത്ഥത്തിലുള്ള സംവിധാനത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടതല്ലേ? എല്ലാവരും നന്നാക്കാൻ നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുട്ടികളെ മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞ് നടന്നാൽ മതിയോ? ഇതിനൊക്കെ ഉടമസ്ഥൻ അള്ളാഹു ആണല്ലോ. അള്ളാഹ് ചോദിക്കുമല്ലോ, ഞാൻ തട്ടടാതെ പോകുന്നത് ശരിയല്ല. പടച്ച റബ്ബിനോട് ഞാൻ സമാധാനം പറയുന്നുള്ള ബോധം, ആ ബോധത്തിലേക്ക്, ആ ഒരു നന്മയിലേക്ക് പടച്ചറപ്പ് ചോദിക്കും. എന്റെ കാതിൽ ചോദിക്കും, എന്റെ കണ്ണുകൊണ്ട് കണ്ടത് ചോദിക്കും, ഞാൻ കേട്ടത് ചോദിക്കും. അതുകൊണ്ട് കാണാൻ പാടില്ലാത്ത കുറെ സംഗതികളുണ്ട്, എനിക്ക് കാണാൻ പാടില്ല. കേൾക്കാൻ പാടില്ലാത്തതിന് അത് കേൾക്കാൻ പാടില്ല. ഞാൻ പറയാൻ പാടില്ലാത്ത കുറെ പദങ്ങളുണ്ട്, അത് ഞാൻ പറയാൻ പാടില്ല. എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ പറയുള്ളൂ. അങ്ങനെ നന്മയാണെന്ന് നമ്മൾ കരുതിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് തിന്മയാണ്. തെറ്റാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് നന്മയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക്, അത്തരത്തിൽ ലിബറലിസം ശക്തമായി നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ കുട്ടികളിലേക്കും കടന്നു വരാതെ നോക്കേണ്ടത് ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്, രക്ഷിതാക്കൾക്കുണ്ട്. നമ്മൾ നന്നാക്കി എടുക്കണം നമ്മുടെ കുട്ടികളെ, നമ്മുടെ കുടുംബത്തെ. അവരെ ചേർത്ത് പിടിച്ച് ഈ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ഏതെങ്കിലും സാധാരണക്കാരനല്ല, പടച്ച റബ്ബാണെന്ന് മനസ്സിലാക്കി നമ്മുടെ മക്കളെയും കുടുംബത്തെയും സ്വർഗത്തിലേക്ക് മാറ്റിപ്പണിയുന്ന തരത്തിൽ ഒരു തണൽ കുടുംബമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ആത്മാർത്ഥമായി കുടുംബത്തെ ചിട്ടപ്പെടുത്താൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് الحمد لله الذي هدانا لهذا وما كنا لنهتدي
ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى ال محمد انك حميد مجيد. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മുത്തഖിയായി ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോടും ആത്മാർത്ഥമായി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യും. അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ യഥാർത്ഥ മുത്തഖിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് രാവിലെ ഇവിടെ ഒരു അനൗൺസ്മെന്റിൽ ഇനി കാണുകയില്ല നാം ആ ബാബരി എന്ന് പറഞ്ഞ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ബാബരി മസ്ജിദ് കേവലം ഒരു പള്ളി മാത്രമല്ല. 32 വർഷം മുമ്പ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ മതേതരത്തിന് കടക്കൽ കത്തിവെച്ച, ഇന്നും അത് ഒരു നീറ്റലായി നിലനിൽക്കുന്ന ആ സംഭവം പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് ബാബരിയുടെ തിരിച്ചുവരവിന് വേണ്ടി. ബാബരിയെ കുറിച്ച് ഓർക്കുമ്പോഴേക്കും എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനത്തിന് തുടക്കം കാലഘട്ടങ്ങളിൽ തിങ്കളും വ്യാഴമൊക്കെ ആളുകൾക്ക് കഅബയിൽ, അന്ന് കഅബയിൽ കുറേ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്, മുസ്ലിങ്ങളെ കയ്യിലില്ല, ഖുറൈശികളാണ് കൊണ്ടു നടക്കുന്നെങ്കിലും അവിടെ കയറി കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ നബിയെ അങ്ങോട്ട് കടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ഉസ്മാൻ ഇബ്നു ത്വൽഹനെ വന്ന് നബി വന്ന് കണ്ടിട്ട്, ത്വൽഹ ഞാൻ ഉള്ളിക്കൊന്ന് കയറട്ടെ എന്ന് പറഞ്ഞപ്പോൾ നബിനെ അയാൾ തള്ളിട്ടു. നീ ഇത് കാണണ്ട, നീ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണ്ട. പ്രവാചകൻ ബാക്കിലേക്ക് വീണു എന്നാ. 2-3 പ്രാവശ്യം വളരെ സ്നേഹത്തോടെ ഞാനൊന്ന് കയറട്ടെ, അല്പസമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അകത്ത് കയറാൻ അനുമതി ചോദിച്ചെങ്കിലും സമ്മതിച്ചില്ല. റസൂലുള്ളാഹി അപ്പോൾ പറഞ്ഞൊരു ഒരു പദം, ലഅല്ലക സതറാ ഹാദൽ മിഫ്താഹ യൗമൻ ബിയദില്ലാഹ്. ഉസ്മാനെ, എന്തെങ്കിലും ഒരു കാലത്ത് ഈ താക്കോൽ എൻ്റെ കയ്യിൽ വരും കേട്ടോ. ആരുമില്ലാത്തൊരു കാലത്ത്, പ്രതീക്ഷയില്ലാത്തൊരു കാലത്ത്, നിരന്തരമായി മക്കയിൽ അതിക്രമം സഹിക്കുന്നൊരു കാലത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഉസ്മാനോട് പറഞ്ഞാൽ, അല്ലാഹു ഹൈതു ശിഇതു, അന്ന് അത് ആരെ കൈ കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ആക്ഷേപിച്ചുകൊണ്ട് ഉസ്മാൻ പറഞ്ഞത്ര, ലഖദ് ഹലകത് ഖുറൈശുൻ യൗമഇദിൻ വദല്ലത്. ഈ കഅബയുടെ താക്കോല് നിന്റെ കയ്യിൽ വരുന്ന ആ കാലം ഖുറൈശികളുടെ നാണം കെട്ട ദിവസമായിരിക്കും. ഖുറൈശികൾക്ക് നാണം കെട്ട ദിവസമായിരിക്കും, നിന്ദിതയുടെ ദിവസമായിരിക്കും. നിറകണ്ണുകളോട് റസൂൽ പറഞ്ഞു, ബൽ അമറത് വഅസ്സത് യൗമഇദിൻ. അല്ല ഉസ്മാനെ, അന്ന് ഖുറൈശികൾക്ക് അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമായിരിക്കും. പിന്നീട് മക്ക വിജയവേളയിൽ ആ കഅബയുടെ താക്കോൽ പ്രവാചകന്റെ കയ്യിൽ വരുന്നുണ്ട്. നമുക്കറിയാവുന്ന സംഭവമാണ്. മക്ക വിജയം രക്തരഹിത വിപ്ലവത്തിലൂടെ മക്ക കീഴ്പ്പെടുത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും എല്ലാ ശത്രുക്കളും പത്തി മടക്കി നബിയുടെ മുമ്പിൽ ഇങ്ങനെ കേണപേക്ഷിച്ച് നിൽക്കുന്നു. അവര് തന്നെ സ്ഥാപിച്ച വിഗ്രഹങ്ങളെല്ലാം, 300 ചില്ലാനും വിഗ്രഹങ്ങൾ അവരെ തന്നെ എടുത്ത് കൊണ്ടുപോയി കഅബ കഴുകി വൃത്തിയാക്കി സൂപ്പറാക്കി. എല്ലാം കഴിഞ്ഞതിന് ശേഷം താക്കോൽ കൂട്ടവുമായി ബേജാറായി പണ്ടത്തെ സംഭവം ഓർമ്മയുള്ള ഉസ്മാൻ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. ഉസ്മാന്റെ കയ്യിൽ നിന്ന് അലി ഇബ്നു അബി ത്വാലിബ് താക്കോല് തട്ടിപ്പറിച്ചുകൊണ്ട് വാങ്ങി. ഇങ്ങോട്ട് കൊണ്ട കുറെ കാലമെല്ലാം കൊണ്ടെടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഈ സംഭവമൊക്കെ സ്വഹാബത്തിന്റെ മനസ്സിലുണ്ട്. ചോദിച്ചാലെന്തായാലും തരൂല്ല, തട്ടിപ്പറിച്ചാ വാങ്ങിയത്. കൊച്ചുകുട്ടിയെ പോലെ ഉസ്മാൻ കരഞ്ഞു എന്നാണ്. നബിൻ്റെ അടുത്ത് പരാതി വന്നു. ഉസ്മാൻ അവിടെ കരയുന്നുണ്ട്. നബി ഒന്ന് എന്താ ചോദിച്ചു. വിങ്ങി പൊട്ടിയിട്ട് പറഞ്ഞു, താക്കോൽ അവിടെ. താക്കോല് വാങ്ങി. റസൂലുള്ളാഹി പഴയ സംഭവം ഓർമ്മപ്പെടുത്തി. നാണക്കെടുത്തിയതൊന്നുമില്ല, വെല്ലുവിളിച്ചതുമില്ല. ആ താക്കോൽ കൂട്ടം അലിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ഉസ്മാനെ ഏൽപ്പിച്ചു. അങ്ങനെ ബാബരി മസ്ജിദ് അടക്കമുള്ള നഷ്ടപ്പെട്ട പള്ളികൾ തിരിച്ചു കിട്ടുന്ന ഒരു കാലത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതോർക്കുകയും അതിനുവേണ്ടി ശബ്ദിക്കുകയും അതൊരു മനസ്സിലെ വേദനയായി സൂക്ഷിക്കുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസിയുടെ ഒരു ബാധ്യതയായി പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ബാബരി മസ്ജിദ് മാത്രമല്ല, ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ എല്ലാ നന്മകളും നഷ്ടപ്പെടുന്ന തരത്തിൽ ഏറ്റവും
മുഗൾ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ഉത്തർപ്രദേശിലെ സംബൽ ഷാഹി മസ്ജിദുമായി ബന്ധപ്പെട്ട ചരിത്ര സ്മാരകവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളുള്ള അവിടെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെടിവെപ്പ് നടന്ന 6 മുസ്ലിങ്ങളാണ് മരണപ്പെട്ടത്. ആരെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ആരെങ്കിലും ഉണ്ടോ പറയാൻ? ഗ്യാൻ വ്യാപി മസ്ജിദ്, ബീഗം സാഹിബ മസ്ജിദ്, ശ്രീരംഗപട്ടണത്തെ ജാമിയ മസ്ജിദ്, ആരാധന സംരക്ഷണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അതൊന്നും ഒരു ഒട്ടും പരിഗണനയില്ലാതെ ഏതെങ്കിലും ഒരാളൊരു പ്രസ്താവന ഇറക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയോ ചെയ്താൽ മതി. ഈ പള്ളിന്റെ താഴെ മുമ്പ് ഞങ്ങളൊരു അമ്പലം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഞങ്ങളേതായ ചില ഒരു ചരിത്ര സ്മാരകം ഉണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അങ്ങനത്തെ ഒരു കാലത്താണ്, അങ്ങനത്തെ ഒരു നാട്ടിലാണ് സംഘപരിവാരത്തിന്റെ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന ഓരോ വിഷയങ്ങൾ ഒരു ഭാഗത്തൂടെ ഉണ്ടാകും. അതെങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ തഖ്വ കൊണ്ടും സമർപ്പണം കൊണ്ടും നമ്മുടേതായ വിശ്വാസം കൊണ്ടും മറികടക്കുമ്പോഴേക്കും വട്ടം കറങ്ങി വേറെ ചില വിഷയങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ഞാൻ പറയാ, പ്രവാചകന്റെ കാലത്ത് ഈ പോലത്തെ യുദ്ധവും ഭീകരമായ അത്തരത്തിലുള്ള പോരാട്ടങ്ങളൊന്നുമില്ല. അതേസമയം നബി പറഞ്ഞല്ലോ, കുറച്ച് ആൾക്കാർ വരും അവസാന കാലഘട്ടത്തിൽ, അവർ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഉറച്ചു നിൽക്കും. നമ്മൾ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ദീനിനെ, നമ്മുടെ വിശ്വാസത്തെ കരുത്തുറ്റതാക്കേണ്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരുപക്ഷെ അവസാന കാലഘട്ടം കൂടിയാണ് എന്ന് പറയേണ്ടി വരും. അത്രയധികം പ്രതിസന്ധികളാണ് കുടുംബപരമായി, സാമൂഹികമായി, സാമുദായികമായി നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം 5 മണിക്ക് പഴയ ബസ് സ്റ്റാൻഡിൽ ഒരു സംഗമമുണ്ട്. സാധ്യമാവുന്ന ആളുകളൊക്കെ പങ്കെടുക്കണം എന്നോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. വർഗീയ ശക്തികൾ വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. ശക്തമായി നമ്മൾ കാണിക്കുന്ന, ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് വേണം, ഉസ്താദെ വഖഫിന്റെ വിഷയത്തിൽ നമ്മൾ എന്തിനങ്ങനെ വിശാലത കാണിക്കണം? ഒരു ചെറുപ്പക്കാരൻ എന്തിനാ നമ്മൾ വിട്ടുകൊടുക്കണം? ഇവിടെ വേറെ ഏതെങ്കിലും ഇപ്പം മരടിലെ ഫ്ലാറ്റുകൾ എന്തിനാ പൊളിച്ച്? ആ ആളുകൾക്ക് പ്രയാസമില്ലാഞ്ഞിട്ടല്ലോ, അവരൊക്കെ കഷ്ടപ്പാടുള്ളവരാണ്, പ്രയാസപ്പെട്ട് പൈസ കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷേ അതിൻ്റെ അടിത്തറയിൽ പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഇടപെടൽ സർക്കാർ നടത്തുന്നുണ്ടോ? ഏറ്റവും ഈ വിഷയത്തിൽ വലിയ പാളിച്ച വരുത്തിയിട്ടുള്ളത് നിലവിലുള്ള സർക്കാരാണ്, കേരള സർക്കാർ. ഉണ്ടാതെ ഇങ്ങനെ കുത്തിരിക്കാൻ, എന്നിട്ട് അതിനെ വർഗീയമായി ഈ സമൂഹത്തെ, സമുദായത്തെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിൽ നിരന്തരം, ഞാൻ പറയാ, വളരെ ശക്തമായ ഒരു സൗഹാർദ്ദ അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. നന്നായിട്ട് മിണ്ടിയിരുന്ന പലരും ഇപ്പം മിണ്ടണില്ല. മെല്ലെ 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 ഈ അർത്ഥത്തിലുള്ള അവരുടെ ഈ സാംസ്കാരികമായ അധിനിവേശം നിഷ്കളങ്കരായ നമ്മുടെയൊക്കെ അയൽവാസികളിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇവനെ വേറെ ഏതോ അർത്ഥത്തിലുള്ള തീവ്രവാദിയാണോ, എന്താ പിന്നെ താടി ഇങ്ങനെ, പിന്നെ കോലം എങ്ങനെ, അല്ലെങ്കിൽ ഭാഷ എന്താ ഇങ്ങനെ, ഈ അർത്ഥത്തിൽ ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെയൊക്കെ സൗഹാർദ്ദപരമായ സംവിധാനത്തെയൊക്കെ തകർക്കുന്ന തരത്തിലേക്ക് നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? മറുഭാഗത്തുകൂടെ നല്ല ബന്ധങ്ങൾ, സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളുമായി നല്ല ബന്ധങ്ങൾ, ആഴത്തിലുള്ള ബന്ധങ്ങൾ, ഇസ്ലാമിന്റെ യഥാർത്ഥമായ ചിത്രം അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന തരത്തിൽ നമുക്കതിനെ ചിട്ടപ്പെടുത്താൻ കഴിയണമെന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ആലത്തൂര് ഒരു മതസൗഹാർദ്ദ വേദി, സൗഹൃദ വേദി രൂപപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഒരു പക്ഷേ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഏറ്റവും നല്ല മുന്നേറ്റം എന്ന് പറയാം. ഡിസംബർ 10-ാം തീയതി അതുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനം, മതസൗഹാർദ്ദ സമ്മേളനം നടക്കുന്നുണ്ട്. 3 മണിക്ക് മഹൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. പ്രമുഖരായ കേരളീയ സമൂഹത്തിൽ സാംസ്കാരികമായും മതപരമായും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും നമുക്ക് സാധ്യമാവുന്ന നമ്മളേതല്ലാത്ത സഹോദര സമുദായത്തിലെ ഒരാളെങ്കിലും കൂട്ടിയിട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കണം. അതൊക്കെ ഒരു പരിശ്രമമാണ്, ഒരു കഠിനാധ്വാനമാണ്. അങ്ങനെ ഞങ്ങൾ ഒന്നാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താവുന്ന ചില പ്രത്യേകമായ ചില കാര്യങ്ങൾ അതിൽ പങ്കെടുക്കുന്ന ആളുകൾ, നമ്മൾ ആലത്തൂർ DYSP മുരളീധരൻ, ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ, സ്വാമി ആത്മദാസ് യമിധർമ്മ പക്ഷ, പേരൊക്കെ പറയാൻ ചെറിയ പ്രയാസം ഉണ്ടാവും, ഡോക്ടർ മഹാദേവൻ പിള്ള, TN ഉണ്ണികൃഷ്ണൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ഉസ്താദ് അലിയാർ കാസിമി, പിന്നെ നമ്മൾ ഇവിടെ നാട്ടിലുള്ള അതുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇവരൊക്കെ പങ്കെടുക്കുന്ന വളരെ ശ്രദ്ധേയമായ, അടുത്ത കാലത്ത് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു സദസ്സായിരിക്കും അത്. നമ്മൾ ഒന്നിച്ച് നിൽക്കണം, എല്ലാവരെയും കൂട്ടണം, അയൽപക്കത്തെ വീട്ടിലെ ആളെയൊക്കെ കൊണ്ടുവരണം. അങ്ങനെ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന മതപരമായ സൗഹൃദം, സ്നേഹം, കാരുണ്യം,
അത് ആ അർത്ഥത്തിൽ പകർന്നു കൊടുക്കാനുള്ള സദസ്സായി, വേദിയായി അതിനെ പരിഗണിക്കാനും അതിൽ പങ്കെടുക്കാനും ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന് കൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. എന്തിനാണ് നമ്മൾ ഇത്തരത്തിൽ പലതും നിങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ പ്രതികരണം അറിയിക്കാൻ ഒരുപാട് പരിപാടികളുണ്ട്. സംഘടന ഒന്നും അവിടെ നോക്കേണ്ടതില്ല. ആര് സംഘടിപ്പിച്ചാലും നമ്മുടേതായ സാന്നിധ്യം അറിയിക്കുക, പ്രാർത്ഥിക്കാൻ പറ്റുന്നവർക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കുക. 3 കാര്യം അത്ര പൊതുവെ ഒരു വിശ്വാസിക്ക് എല്ലാത്തിനും ചെയ്യില്ല. ഒന്നാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. പഠിച്ചോനെ, ഇനിയൊരു പള്ളി പൊളിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകല്ലേ. പഠിച്ചോനെ, എൻ്റെ കുടുംബത്തെ നീ നന്നാക്കണേ റബ്ബേ. ഇങ്ങനെ നിരന്തരമായി പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ വെറും പ്രാർത്ഥിച്ചിരുന്നാലോ അവിടെ കാര്യമല്ല. അതുകൊണ്ടൊരു കാര്യമല്ല, കുറച്ചൊക്കെ പ്രവർത്തിക്കും വേണം. പ്രവർത്തിക്കാനാവുന്നിടത്തോളം നമുക്ക് സഹകരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ സഹകരിക്കാവുന്നതിന് പരമാവധി, പറ്റാത്ത വേദികൾ ഇപ്പം മാറിക്കണം. അങ്ങനെ പൊതു സ്വഭാവത്തിലുള്ള ഒരു നന്മ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും നമ്മൾ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസം മച്ചുകെട്ടിൽ പരേതനായ അബ്ദുറഹ്മാൻ മകൻ ഇല്യാസ് എന്ന സഹോദരൻ ഇന്നലെ മരണപ്പെടുകയുണ്ടായി. അതേപോലെ തന്നെ പരേതനായ അബ്ദുൽ മുത്ത് എന്നിവരുടെ ഭാര്യ നബീസ ഉമ്മ, രണ്ടുപേരും ഇന്നലെയാണ് മരണപ്പെട്ടത്. അള്ളാഹു രണ്ടുപേർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും കുറവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും അള്ളാഹു തന്നെ പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു ശാന്തിയും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ എല്ലാവിധ ലിബറലിസ്റ്റ് ചിന്താഗതിയിൽ നിന്നും തെറ്റായ വഴിയിൽ നിന്നൊക്കെ മാറ്റി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തഖ്വയും അറിവും കഴിവും പക്വതയും നൽകി അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളെ കുടുംബങ്ങളെ, ഞങ്ങളെ കൂട്ടത്തിലെ ഭാര്യമാരെ, ഞങ്ങളെ ഇണകളെ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ദീനിന്റെ മാർഗത്തിൽ ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. സത്യത്തിന്റെ മാർഗത്തിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ജീവിക്കുന്നിടത്തോളം കാലം അപകടങ്ങളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ അപകടങ്ങൾ, കഴിഞ്ഞ ദിവസം ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന കുട്ടികൾ, അതേപോലെ തന്നെ എഞ്ചിനീയർ രംഗത്ത് പ്രവർത്തിക്കുന്ന കുട്ടികളൊക്കെ വണ്ടി ഇടിച്ചൊക്കെ മരണപ്പെട്ടത് നമ്മൾ വായിച്ചു. അള്ളാഹു അത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും നമ്മുടെ കുട്ടികളെ, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ അള്ളാഹു പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുട്ടികൾക്ക് അള്ളാഹു നല്ല വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ അതനുസരിച്ച് നല്ല ജോലിയും, ആ ജോലിയും വിദ്യാഭ്യാസമൊക്കെ നേടുന്ന സമയത്ത് കുടുംബത്തെയും കുട്ടികളെയും നാടിനെയും സമൂഹത്തെയും എല്ലാത്തിനും ഉപരി അവൻ്റെ ദീനിനെയും ഒക്കെ പരിഗണിക്കാനുള്ള അറിവും കഴിവും നൽകി അള്ളാഹു നമ്മുടെ മക്കളെ പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവിധ പരിശ്രമങ്ങളും അള്ളാഹു നമ്മിൽ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ഉമ്മ, ഉപ്പ, അനുജന്മാർ, ഏട്ടന്മാർ, എല്ലാവരെയും അള്ളാഹു പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതെങ്കിലും അർത്ഥത്തിലുള്ള തെറ്റായ ചിന്താഗതികളോ തെറ്റായ സമീപനങ്ങളോ ഉണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ പരിഹരിച്ച് വിട്ടുപുറത്ത് മാപ്പാക്കി അവരെയൊക്കെ നന്മയുടെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ, അങ്ങനെ നല്ല കുടുംബത്തിൻ്റെ തണലായിട്ട് മാറാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാത്തിനും ഉപരി അള്ളാഹുവെ, നീ വിളിച്ചാൽ, നിന്റെ വിളിയെത്തിയാൽ പിന്നെ ഞങ്ങൾക്ക് ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ വിളിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട്, അള്ളാഹുവെ, ബാധ്യതകളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, ആരെയും വേദനിപ്പിക്കാതെ, ആരെയും പ്രയാസപ്പെടുത്താതെ, ഇവിടെ കുറെ കടങ്ങളും കുറെ ബാധ്യതകളും നിർവഹിച്ച് അത് മാറ്റിവെച്ച് പോകുന്നതിന് പകരം സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ പടച്ചവനെ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യഖാദിൽ ഹജാത്ത് طيب ثراهم وجل جنة مأواهم. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداء الدين. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. امين برحمتك يا رب الراحمين. اقم الصلاه.